ഈശോ പറയണ വഴിയല്ല, അടിയടരുകളല്ല, ദടിയന് വഴിയില്ല. കൊല്ലാൻ വരണവരുടെ വേദം പറയുകിലവരൊട്ടും ചെവി തരുകയുമില്ല. മെനഞ്ഞെടുത്തൊരു തന്ത്രം കുരിശൊരുക്കുകയാണു. ഈ നരകത്തിൽ നിന്നെ കരകേറ്റിട്ടെന്നും കാത്തോണേ പുണ്യാള. ഈ നരകത്തിൽ നിന്നെ കരകേറ്റിട്ടെന്നും കാത്തോണേ പുണ്യാള. ഒറ്റുവനിയുതായി കിട്ടിയാൽ അതിനവൻ ഇനി ഒത്തിരി പണമേകണം. തെറ്റുകൾ ചെയ്താലും ഒക്കെയും മറുകരയത് പറ്റുവാൻ എന്നോർക്കണം. ആരെയും കുരിശേറ്റാതെ, ആരെയും ബലിയാക്കാതെ ജീവിക്കാൻ വയ്യെന്നായല്ലോ കഷ്ടം. സത്യം ചൊല്ലുന്നോരെ തളച്ചിടും നിജം നിജം നിലനിൽക്കാൻ ചെയ്യും സമരത്തിൽ എന്നെ കാത്തോണേ പുണ്യാള. നിലനിൽക്കാൻ ചെയ്യും സമരത്തിൽ എന്നെ കാത്തോണേ പുണ്യാള. ഈശോ പറയണ വഴിയല്ല, അടിയടരുകളല്ല, ദടിയന് വഴിയില്ല. നിന്നോട് ആരുടെ റോഡിലെ കുഴിയടക്കാൻ പറഞ്ഞത്? തൊട്ടതിലറിയാതെ പെട്ടതിൽ പല വഴി 10,000 പ്രതിബന്ധങ്ങൾ. ഉള്ളിലെ ഗണിതങ്ങൾ തെറ്റിയാൽ അത് വഴിയടി തെറ്റും ഈ നരജന്മങ്ങൾ. പാപികൾ കല്ലെറിയുമ്പോൾ, പാതകം കൊഴിനാട്ടുമ്പോൾ, വാളേന്തിയിടാതെ വാഴാൻ വയ്യല്ലോ പാവം ഭാവിച്ചെന്നാൽ തകർന്നവൻ തരിപ്പണം. തരിശായി പോകാതെ കണിശം നീ എന്നെ കാത്തോണേ പുണ്യാള. തരിശായി പോകാതെ കണിശം നീ എന്നെ കാത്തോണേ പുണ്യാള. ഈശോ പറയണ വഴിയല്ല, അടിയടരുകളല്ല, ദടിയന് വഴിയില്ല. കൊല്ലാൻ വരണവരുടെ വേദം പറയുകിലവരൊട്ടും ചെവി തരുകയുമില്ല. മെനഞ്ഞെടുത്തൊരു തന്ത്രം കുരിശൊരുക്കുകയാണു. ഈ നരകത്തിൽ നിന്നെ കരകേറ്റിട്ടെന്നും കാത്തോണേ പുണ്യാള. ഈ നരകത്തിൽ നിന്നെ കരകേറ്റിട്ടെന്നും കാത്തോണേ പുണ്യാള. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഗാനമേളെ എവിടെ നോക്കിട്ടാണോ പാടണ സുന്ദരിന്ന്? അതെ എനിക്കും കാണണം. കണ്ട പേടിയും. ഫോട്ടോ എടുക്കല്ലേ, ഫോട്ടോ എടുക്കല്ലേ, പാർട്ടി അറിഞ്ഞാ സസ്പെൻഡ് ചെയ്യും. ഞാൻ ഫോട്ടോ എടുക്കും. മാത്യു ചേട്ടനെ ഈ രൂപത്തിൽ കാണാൻ എന്ത് ഭംഗിയാന്നറിയാമോ? ഞാൻ ഫോട്ടോ എടുക്കും കേട്ടോ. ഇവിടെ വല്ല ഒളിക്യാമറ ഉണ്ടടി? മാത്യു ചേട്ടൻ അത്രയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? പിന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തല്ലേ, ഇതൊക്കെ നമ്മള് തമ്മിലുള്ള സീക്രട്ട് അല്ലേ? നമ്മുടെ മെമ്മറിയിൽ മതി. അതെ, വാക്ക് പറഞ്ഞൊന്നും മറക്കാതിരുന്നാ മതി. മോടെ പഠിത്തം എല്ലാം തീരും. നമുക്കവിടെ കല്യാണം നടത്തണ്ടേ? ആരുടെ? എന്റെ മോടെയും മാത്യു മോന്റെയും. വേറെ ആരുടെയാ? ആ വാക്കിന് മാറ്റം വന്നാൽ പിന്നെ എന്റെ മുഖം മാറും. എന്നെ അറിയാലോ. അത് ഉറപ്പല്ലേ? സമയാവട്ടെ. ബന്ധുക്കളായി കഴിഞ്ഞ പിന്നെ നമുക്ക് എത്ര ഫാൻസി ഡ്രസ് വേണം കളിക്കാവല്ലോ എന്റെ മാത്യു ചേട്ടാ. നമ്മുടെ ബില്ലാതെ ഒബാമ പിടിച്ച ഇതേപോലെടാ. അത് ബുഷല്ലട പോണ്ട. 2012 ഒബാമയുടെ
മാത്യച്ചേട്ടാ ഫേസ്ബുക്കിലുള്ള മോടെ പുതിയ പടം കാണിച്ചു തരട്ടെ? എനിക്ക് നിന്റെ പടം കണ്ടാവും. ഹലോ എല്ലാം ഓക്കെയാണ് ചോയേട്ടാ. ഇന്നീ തണ്ടിയെ പൊക്കിയിരിക്കും. ഫോട്ടോ അമേരിക്കയിൽ നിന്ന് ജോലിമോൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ കണ്ടത് മതി. ആരവിടെ? ആരാ കണ്ടു ഓടിയില്ലോ? മാത്യച്ചേട്ടാ എവിടേക്കാ മാത്യച്ചേട്ടാ? ആ വളർത്തിരിക്ക്. നീ എങ്ങോട്ടെങ്കിലും പോ. അങ്ങനെയൊക്കെയായി. വരും എനിക്ക് ശീലുണ്ട്. ആരോടാണ് കളി? കാണിച്ചു തരാം. മാറാ. എന്തിയുടെ വയറാ കൊള്ളാല നൈറ്റി ഉഷേച്ചി എന്നെ ഗർഭിണിയാക്കിയ പോലീസിനെ വിളിക്കടാ. നേതാക്കന്മാർക്ക് എന്ത് തെമ്മാടി വന്ന ഇവിടെ തൃശ്ശൂര് നടക്കില്ലേണ്ടത്. പ്ലീസ് നാറ്റിക്കരുത്. എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് പ്ലീസ്. KC സാർ ക്ഷമിക്കണേട്ടാ, നാട്ടുകാര് പിരിഞ്ഞു പോകാത്തോണ്ടാ ഇത്ര നേരം അകത്തിരുത്തേണ്ടി വന്നത്. മാറാനൊരു മുണ്ടാടോ ഊരിക്കൊടുക്കണോ? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എന്നും കൂടെ ഉണ്ട് കേസി. ഇതും നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലട്ടാ. കേസിയുടെ അറസ്റ്റിനെ പ്രതിഷേധിക്കാൻ നമുക്ക് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചാലോ? മിണ്ടാണ്ട് വണ്ടി കയറാൻ നോക്കണോ? വേറൊരാളറിയാതെ ഒതുക്കി തീർക്കാൻ നോക്കുമ്പോഴാ ബൈ ഇലക്ഷൻ തലേ കയറി നിൽക്കുക. മനസ്സിലായടോ? മീഡിയാസിനെ മാത്രം സൂക്ഷിച്ചാ മതി. അവറ്റയാളെ പിടിച്ചാ കിട്ടില്ല. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ചാനലുകാരൻ ഈ കൊലത്തിൽ ഷൂട്ട് ചെയ്തോണ്ടല്ലോ. ചാലിയാരെ പൊക്കാൻ ആള് പോയിട്ടുണ്ട്. കേസി പേടിക്കണ്ട. എന്റെ KC സാറേ, ഇതിലും വലുത് കാണിച്ചിട്ട് നമ്മളെ നേതാക്കന്മാരൊക്കെ കൂളായിട്ട് നടക്കണം. പിന്നല്ലേ എനിക്കിത് സഹിക്കാൻ പറ്റില്ല കേസി. എന്റെ ശരീരം മുഴുവൻ കേസിക്കുള്ള ഇത് പിടിക്ക്. KC സാർ കയറിയേ. നീ വരുന്നില്ലടാ. പുത്തമ്പള്ളി പോയി കേസിക്ക് ഒരു മെഴുകുതിരി കത്തിക്കണം, എന്നിട്ട് വരാ. എനിക്കിത് കണ്ടിക്കാൻ വയ്യ. ഞാനിപ്പോ തല നിന്ന് ചാവും. ഇത് ആവർത്തിക്കില്ല കർത്താവേ, രക്ഷിക്കണേ. നേരെ പാർട്ടി ഓഫീസിലേക്ക് വിട്ടോട്ടാ. പിന്നെ ഈ സൈസ് തെണ്ടികളൊക്കെ ആക്കലല്ലേ കർത്താവിന് പാതിരാത്രിക്ക് പണി. ഒരൊറ്റ ന്യൂസും പുറത്തു വരാൻ പോലില്ലട്ടാ. വീണാലും 4 കാലിലേ വീഴൂ. പൂച്ചയുടെ ജന്മല്ലേ കേസി. ചേറ്റ പൊക്കോ, ഞാൻ വിളിച്ചോളാം. അയ്യോ ഇത് തീരെ പോരട്ടാ. കൊണ്ടുവന്ന ന്യൂസും തീരെ പോരാ കുഞ്ഞാപ്പി. ഉമ്മക്ക് എന്തേലും യൂസ് വേണ്ടേ? തമ്പൊക്കോ, ഞാൻ വിളിച്ചോളാം. ആരും കാണണ്ട. പൊക്കോ. ശരി. 2 ദിവസം കഴിഞ്ഞാൽ കോടതി കൂടും. നമ്മുടെ കയ്യിലുള്ള എവിഡൻസുകൾ വെച്ച് പിടിച്ച നടക്കൂ ചേട്ടാ? ഹേയ്, അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. അവരുടെ അത്ര കാശും സ്വാധീനവും നമുക്കില്ല. ഗ്രീനു, അപ്പൻ അയച്ചെന്നല്ലേ ബാലൻസ് എത്ര കാശുണ്ടടാ? എന്തിനു ചേട്ടാ? ഇപ്പം മുയലിനെ തൽക്കാലം നമ്മൾ ഉറക്കി കിടത്തിയേക്കല്ലടാ. ആമയ്ക്കുള്ള ലാസ്റ്റ് ചാൻസാ. ഒരു ഡിസിഷൻ ഞാൻ അങ്ങോട്ട് എടുക്കാൻ പോവാട്ടാ. വേറെ ഒരു വഴി മുമ്പിൽ കാണാത്തോണ്ടാ. ഇപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തില്ലാച്ചാ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. അത് മനസ്സിൽ വെച്ചോളാം. എന്ത്? ഇവിടെ പറഞ്ഞാടാ. ആരിത്? ഗംഗാധരനോ? വാ വാ. എന്താ വിശേഷം? പറയടാ. ഹരിചേട്ടാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ശ്മശാനത്തിലേക്ക് ഒന്ന് വരണം. ഞാൻ വിളിക്കാൻ വേണ്ടി വന്നതാ. എന്തിന്? ഒരുത്തൻ മരിച്ചുപോയി. അപ്പൊ അവന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്. നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവനാണോ? ഹരിചേട്ടാ, അതൊരു വലിയൊരു കഥയാ. എത്ര പെട്ടെന്ന് എന്റെ കൂടെ ഒന്ന് വരുമോ? ശരി, ഞാൻ വരാം. ഇങ്ങോട്ട് നോക്ക് സാവിത്രി, ഞാൻ ഈ ജോലി കഴിഞ്ഞ് വന്ന് ചായ കുടിക്കാം. ആ ഹരിചേട്ടാ, നമുക്ക് പോവാം. ആ നടക്ക്. എന്ത്? ഇപ്പൊ ചായ വേണ്ടെന്നോ? രാവിലെ എന്തൊരു ബഹളായിരുന്നു. ഇനി തിരിച്ചു വന്നിട്ട് ചായ ചോദിക്കുമ്പോഴേ തരുന്നുണ്ട് ഞാൻ. നല്ല ചായ തന്നെ.